ഒരായിരം സ്വപ്നങ്ങളെ നെയ്തുകൊണ്ട് സ്കൂളിലേക്ക് പഠിക്കാൻ പോയ അവിടെ വെച്ച് ഷോക്കേറ്റ് മരണപ്പെട്ട മിഥുൻ എന്ന കുഞ്ഞുമോൻ്റെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു. ഒരു നാട് ഒന്നാകെ ആ കുഞ്ഞിന് യാത്രാമൊഴി നൽകി. വളരെ നിർവികാരമായ യാത്രാമൊഴിയായിരുന്നു. ഞാനൊരു അമ്മയാണ്. എന്താണ് ആ കുഞ്ഞിച്ചുകൊണ്ട് നിൽക്കുന്ന കുറേ ചിത്രങ്ങൾ ഇങ്ങനെ ചാനലിൽ കൂടെ കണ്ടപ്പോൾ നമുക്ക് ആ മുഖം മനസ്സിൽ നിന്ന് പോണില്ല. ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രധാനാധ്യാപകയെ സസ്പെൻഡ് ചെയ്തു. ആ ആദ്യത്തെ ദിവസം കുഞ്ഞ് മരണപ്പെട്ട ദിവസത്തെ ആ അധ്യാപികയുടെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചെല്ലുന്നു. അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്ക് സംസാരിക്കാൻ കഴിയണില്ല. കാരണം അവരെ എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം മക്കളെ പോലെ തന്നെയാണല്ലോ. ഏതൊരു കുട്ടിക്ക് എന്ത് അപകടം സ്കൂളിൽ വെച്ച് സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഏതൊരു അധ്യാപകൻ്റെയും ഹൃദയം ഒന്ന് നുറുങ്ങും. ശരിയാണ്, അവരുടെ നിരുത്തരവാദിത്വം തന്നെയാണ്. ആ സ്കൂൾ കെട്ടിടത്തിന് 108 വർഷം പഴക്കമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. സാധാരണ നമ്മളൊരു വീടിനൊക്കെയാണ് 25 വർഷമൊക്കെയാണല്ലോ കണക്ക് കൂട്ടുന്നത് ഫിറ്റ്നസ്സിന്. ഇത്രയും അതുപോലെ ആ ഒരു അതപ്പതിച്ച രീതിയിലുള്ളൊരു കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ സ്കൂൾ കെട്ടിടങ്ങളായിട്ട് വളരെ അപൂർവമായിരിക്കും. കാരണം എന്തെല്ലാം അപകടങ്ങൾ തകർന്നു വീണ ഒക്കെ അപകടം തന്നെയാണല്ലോ. എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാമല്ലോ അപകടങ്ങൾ. ഇപ്പോൾ കണ്ടില്ലേ, ആ പിള്ളേർക്ക് വലിഞ്ഞു കയറാൻ പാകത്തിനാണ് ആ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓടിട്ട കെട്ടിടമാണ്. സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു മിഥുൻ. ഫുട്ബോൾ കളി, NCC, അങ്ങനെ എല്ലാ രീതിയിലും മിടുക്കനായിരുന്നു. അപ്പോൾ അതാണ് ദൈവം ചിലപ്പോൾ എല്ലാം തയ്ച്ച് കൊടുക്കില്ല എന്നാണല്ലോ. അപ്പോൾ ഇവന് കൂട്ടുകാരൻ്റെ ചെരുപ്പ് എറിഞ്ഞപ്പം അതിലൊരു കുറ്റബോധം തോന്നി വേഗം കൂട്ടുകാരൻ്റെ ആണ്ട് എടുത്തു കൊടുക്കണമല്ലോ. അങ്ങനെ കൊച്ച് കയറിയതാണ്. അവൻ്റെ ആ അച്ഛൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അവനറിയാം. അതേ ഇത് തന്നെയുള്ള മറ്റേ കുട്ടിയുടെ അപ്പൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ഒന്നാണല്ലോ. പിള്ളേർക്ക് ഇങ്ങനത്തെ കളികളൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും. ആരായിരിക്കും കൂടുതൽ പൊക്കത്തിലെറിയണം, ആരായിരിക്കും ആദ്യം എറിയണത്, ഇങ്ങനെ പല പല ആവേശം മൂത്ത് എറിഞ്ഞായിരിക്കും. പിന്നെ വിനാശകാല വിപരീത ബുദ്ധി തോന്നുന്നല്ലേ. ആ കൊച്ചിന് സമയമായപ്പോൾ ഇവൻ പലക വെച്ച് കയറാൻ തുടങ്ങിയപ്പോൾ പിള്ളേരെ കാലെ പിടിച്ചു എന്നൊക്കെ പറയണേ, കയറണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഇവൻ NCC എല്ലാത്തിലും ഇങ്ങനെ ആക്റ്റീവായ കുട്ടിയായതുകൊണ്ടേ അവനൊരു ഇതുണ്ടല്ലോ. അവരൊക്കെ അപ്പോൾ എല്ലാത്തിലും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ചിലപ്പോൾ. എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറണമല്ലോ. അവർക്ക് ട്രെയിനിങ്ങിൻ്റെ ഭാഗം അങ്ങനെ ഇങ്ങനെയൊക്കെ വലിഞ്ഞേറ്റം അതൊക്കെ ഉണ്ടല്ലോ. പുള്ളിക്ക് അത് അത്ര പുത്തിരിയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അതാണ് കുട്ടികൾ ആ പ്രായത്തിൻ്റെ ഒരു ഇതാണല്ലോ പിള്ളേർക്ക് ആവേശം. ഇനിയാണെങ്കിലും കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാ സ്കൂളുകളിലും അധ്യാപകർ ആരെങ്കിലുമൊക്കെ പോയി ഒരു മനസാക്ഷി കുത്തുണ്ടെങ്കിൽ ഓർത്ത് ആ പിള്ളേരെയൊക്കെ ഒന്ന് വീക്ഷിക്കുക. പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഇങ്ങനെ ഓരോ പിള്ളേരെ ഏൽപ്പിക്കുമായിരുന്നു, ഓരോ പിള്ളേരെ നോക്കാൻ വേണ്ടി, കുസൃതി ചെയ്യണ്ടോയെന്നറിയാം. ഇപ്പം അതൊന്നുമില്ല. ടീച്ചേഴ്സിനൊക്കെ വളരെ ആത്മാർത്ഥത കുറവായിട്ടാണ് തോന്നുന്നത്. ആ സ്കൂൾ കെട്ടിടം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ സ്കൂളിലേക്ക് പിള്ളേരെ പഠിക്കാൻ വിടാൻ തോന്നില്ല. പിന്നെ എന്ത് ചെയ്യാം, ഉള്ള സ്കൂളിലല്ലേ വിടാൻ പറ്റുള്ളൂ. ആ കൊച്ച് കയറി പിടിച്ച ആ വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന സ്വകാര്യ വ്യക്തിയുടെ ലൈനും കൂടെ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ പൊട്ടി വീണോ ഒരു പക്ഷേ ആ ഷെഡിൻ്റെ മുകളിലാണ്. ആ ഷെഡിന് കുറേ കമ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എറുത്തു വരില്ലേ. എത്ര കുട്ടികൾ അതിലെ സൈക്കിൾ കൊണ്ട് വെക്കണതാണ് ആ ഷെഡിൻ്റെ അടിയിൽ. ഈ ഒരു കുട്ടി രക്തസാക്ഷിയാണ്ടാവുന്നു അവിടെ എല്ലാ കുട്ടികൾക്കുടെ ജീവന് വേണ്ടി. ഇത് മാത്രമല്ലല്ലോ, എന്തെല്ലാം കാര്യങ്ങൾ. പിന്നെ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് പ്രൈവറ്റ് ബസ്സിൽ പോയണ കുട്ടികളുടെ കാര്യമാണെങ്കിൽ വളരെ ശോകമാണ്. ദൈവമേ, മക്കൾ എന്ത് തിക്കും തിരക്കും ഒക്കെ ആയിട്ടാണ് കയറിപ്പോണത്. ചില സ്ഥലത്ത് ക്യൂ നിർത്തും. എങ്കിലും അതൊക്കെ എല്ലാ സ്കൂളുകളിലൊന്നും ടീച്ചേഴ്സ് ആരും ഒന്നും ചെന്ന് നോക്കണമൊന്നുമില്ല ഈ പിള്ളേരെയൊക്കെ എങ്ങനെ കയറി പോകണമെന്നൊന്നും. അതുപോലെ കുട്ടികളുടെ ടോയ്ലറ്റ് സെക്ഷന് ഇതെല്ലാം ടീച്ചേഴ്സ് എന്ന് പരിശോധിക്കേണ്ടതാണ്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുട്ടികൾക്ക്, എല്ലാം നീറ്റാണോ, വല്ല തെന്നി വീഴാൻ പാകത്തിനാണോ കിടക്കണേ, അങ്ങനെ എന്തെല്ലാം ശ്രദ്ധിക്കണം. സ്കൂളായിട്ടുണ്ടെങ്കിൽ എത്രയോ മക്കളുടെ ജീവനും ജീവിതത്തിനൊക്കെ സുരക്ഷിതത്വം വേണ്ട സ്ഥലമാണ് സ്കൂളെന്ന് പറയുന്നത്. വീട്ടിൽ പിള്ളേരിയ്ക്കുമ്പോൾ പറയാം, അയ്യോ സ്കൂളൊന്ന് തുറന്നാൽ മതി, സ്കൂളിൽ പോയാൽ മതി. കാരണം സുരക്ഷിതത്വം നമുക്ക് അവിടെയാണ് ഇവിടത്തേക്കാളും കൂടുതൽ തോന്നിയിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് അങ്ങനെ തോന്നാറുണ്ട്, മിക്കവരും പറയാറുമുണ്ട്. പക്ഷേ ഇപ്പം എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ കാലത്ത് സ്കൂളിലേക്ക് വിട്ടിട്ട് തിരിച്ചു വരണോടം വരെ ഒരു ഇതുണ്ടാവില്ല. ഇച്ചിരി വൈകുമ്പോഴത്തേക്കും എന്തൊക്കെ ആശങ്കകളാണ് മാതാപിതാക്കൾക്ക്. ഒരു പ്രത്യേക പാർട്ടിയുടെ സ്കൂൾ കെട്ടിടമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം എത്രയോ ലക്ഷങ്ങൾ, എത്ര കോടികൾ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. ഇതുപോലെ ശോചനീയാവസ്ഥയിലുള്ള സ്കൂൾ കെട്ടിടങ്ങൾ മിനുക്കിയെടുക്കാൻ എന്തുകൊണ്ട് വിനിയോഗിക്കുന്നില്ല?
പാവപ്പെട്ടവരെ കുട്ടികളാണല്ലോ ഇങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കുന്നത്. അവരുടെ ജീവന് ഒരു വിലയുമില്ലെന്നാണോ? പിള്ളേരെല്ലാം CBSE പോലുള്ള പൈസ കൊടുത്ത് വലിയ വലിയ ഹൈടെക് സ്കൂളുകളിൽ തന്നെ പഠിക്കണം എന്നാണോ പറയുന്നത്? പോലീസാകാൻ ആഗ്രഹിച്ച മിഥുൻ, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ ചെരുപ്പ് ആസ്പെറ്റസിൻ്റെ മുകളിൽ പോയപ്പോൾ പലയൊക്കെ ചാരി വെച്ച് കയറണം. 12 വയസ്സ് മുതൽ 17 വയസ്സ് വരെ പിള്ളേർക്ക് പിരിവിരിപ്പിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു പ്രായമാണെന്നാണ്. അപ്പോൾ അവർക്ക് അവർ എന്താണ് ആഗ്രഹിക്കുന്നത്, അവർക്ക് അത് എത്തിപ്പിടിക്കാനുള്ള ഒരു വ്യഗ്രതയും ആവശ്യമൊക്കെ കൂടുതലായിരിക്കും. പിന്നെ കൂട്ടുകാരൻ്റെ ആ കളഞ്ഞു പോയ താൻ മുഖാന്തരം എറിയപ്പെട്ട ആ ചെരുപ്പ് എടുത്തു കൊടുക്കാനുള്ള ആത്മാർത്ഥതയും, കാരണം അതില്ലാണ്ട് ആ കൂട്ടുകാരനെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ആ പിള്ളേർ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും കൊച്ച് കയറി എടുക്കാൻ പോയത്. ആ പോലീസാകാനുള്ള ആ ഒരു ത്വര അവരുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നിരിക്കും. പണ്ട് പിള്ളേരൊക്കെ കള്ളനും പോലീസൊക്കെ കളിക്കുമായിരുന്നല്ലോ. ഇതിൻ്റെ ആ സംസ്കാര ചടങ്ങിൽ ആ കുഞ്ഞനുജൻ്റെ ആ മുത്തശ്ശിയുടെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് പകച്ച് അന്താളിച്ച് നിൽക്കുക. കാരണം അത്രയും ദിവസവും ആ രാവിലെ വരെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ വൈകുന്നേരം ഇങ്ങനെ വന്നു എന്ന് ഓർക്കുമ്പോഴേ കൊച്ചുകുട്ടിയുടെ മനസ്സ് അത് അവന് ഒരു തീരാവേദനയായിട്ട് കിടക്കുമല്ലോ. അപ്പോൾ സ്കൂളെന്ന് പറയണത് ഈ പിള്ളേർക്കൊക്കെ ഇനി പേടി സ്വപ്നം ആണ്ടിരുന്നാൽ മതിയായിരുന്നു. കാരണം അടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്കൂളുകളിൽ നിന്ന് ഒഴിവായി. പിന്നെ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെ ഓർക്കുമ്പോൾ മാതാപിതാക്കൾക്കാണ് കേട്ടോ കൂടുതൽ ടെൻഷൻ. അത്രയും കാലഹരണപ്പെട്ട കെട്ടറായതുകൊണ്ട് ഈ കൊച്ച് ആ പല വെച്ച് കയറിയപ്പോൾ ആ മതിലിടിഞ്ഞ് പോയായിരുന്നെങ്കിൽ ഒരു പക്ഷേ വേറെ കുട്ടികളൊക്കെ അവിടെ നിൽപ്പില്ലേ, അങ്ങനെ അപകടം സംഭവിക്കാമായിരുന്നല്ലോ. ദൈവാധീനം കൊണ്ട് അധികം അപകടങ്ങളുണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ മിഥുൻ എന്ന് പറയുന്ന ആ മകൻ്റെ മരണത്തിൽ ആ സ്കൂളിലെ HM മാത്രമല്ലല്ലോ, എത്ര വകുപ്പുകളാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്.